ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തുതി. ആസാരി ടി വിയിലൂടെ ആത്മീയ രംഗത്ത് വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്ന അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കും ജീവനുള്ള സാക്ഷ്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നതായ ആസാര്യ ടി വിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമയം ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ ഈ ആസാര്യ ടി വിയിലൂടെ ലഭിച്ച ഭാഗ്യപദവിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. എന്നെ കേൾക്കുന്നവരും കാണുന്നവരുമായ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും ദൈവം പറയുന്നത് പോലെ ചെയ്യുവാനും ഒരു ദൈവത്തിൻ്റെ പൈതലിന് വലിയ കടപ്പാടുണ്ട്, കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി ചില വാക്യങ്ങൾ ഇന്ന് ഈ സമയം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിനാധാരമായി സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 8-ാം അധ്യായം 34-ാം വാക്യം, പ്രൊവേർബ്സ് ചാപ്റ്റർ 8 വേഴ്സ് 34. അത് ഇപ്രകാരം വായിക്കുന്നു: ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ ഒരു യജമാനനെയും ദാസനെയും നമുക്ക് കാണുവാൻ കഴിയും. യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ലിസൺ ഹിസ് ഇൻസ്ട്രക്ഷൻസ് ഓർ അഡ്വൈസസ് ആൻഡ് ഒബേ ഹിസ് കമാൻഡ്മെൻറ്റ്സ്. അവൻ്റെ നിർദ്ദേശങ്ങൾ, അവൻ്റെ ഉപദേശങ്ങൾ യജമാനിൽ നിന്ന് ഒരു ദാസൻ കേൾക്കുകയും അതിനനുസരിച്ച് അതിൻ പ്രകാരം അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു ദാസനും. അതാണ് യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധം. നമ്മളെ പുതിയ നിയമത്തിൽ റോമാലേഖനത്തിലും ഫിലിപ്പിയ ലേഖനത്തിലും യാക്കോബിൻ്റെ ലേഖനത്തിലും 2 പത്രോസിലും യൂദായുടെ ലേഖനത്തിലുമൊക്കെയും നമുക്ക് കാണുവാൻ കഴിയും. റോമാലേഖനം 1:2 കാണാം: അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്. ഫിലിപ്പിയർ 1:1 പറയുന്നു: ക്രിസ്തു യേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം: ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ്. 2 പത്രോസ് 1-ാം അധ്യായം 1-ാം വാക്യം: യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്. യൂദായുടെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, എൻ്റെ പ്രാരംഭത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ. നമുക്കറിയാം, യാക്കോബും യൂദായും ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ്. പുതിയ നിയമം 8 എഴുത്തുകാരെ കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയ പുസ്തകമാണ്. സുവിശേഷ പുസ്തകങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പിന്നെ പൗലൂസിൻ്റെ ലേഖനങ്ങൾ, പത്രോസിൻ്റെ ലേഖനങ്ങൾ, യാക്കോബിൻ്റെയും യൂദായുടെയും ലേഖനങ്ങൾ. അങ്ങനെ വളരെ അർത്ഥസമ്പുഷ്ടവും ആത്മീയ ജീവൻ പകരുന്നതുമായ പുതിയ നിയമ പുസ്തകങ്ങൾ 8 ദൈവദാസന്മാരെ കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിച്ച് നമ്മുടെ കരങ്ങളിൽ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ദൈവദാസന്മാരും പൗലോസ്, തിമോത്തിയോസ്, യാക്കോബ്, ശിമോൻ പത്രോസ്, യൂദ, ഇവരെയെല്ലാം യേശുക്രിസ്തുവിൻ്റെ ദാസന്മാർ എന്ന് ഇവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. നമ്മൾ വായിച്ചാരംഭിച്ച വേദഭാഗത്തിൽ സദൃശവാക്യങ്ങൾ 1:33 നമ്മൾ കാണുമ്പോൾ, എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം: പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിപ്പീൻ,
അതിനെ ത്യജിച്ച് കളയരുത്. അപ്പോൾ ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അനേക ഭാഗ്യവാന്മാരെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് എഴുതിയിരിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതെന്ന്. അങ്ങനെ അനേക ഭാഗങ്ങൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കാണുന്നുണ്ട്. സങ്കീർത്തന പുസ്തകങ്ങൾ 150 അധ്യായങ്ങളുള്ള സങ്കീർത്തന പുസ്തകങ്ങൾ ആരംഭിക്കുന്നതും ഒരു ഭാഗ്യവാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും അതിൽ സന്തോഷിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതൽ, ഹീ ഡസ് ഓൾ തിങ്സ് പ്രോസ്പർ. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനെക്കൊണ്ട് ഹല്ലേലൂയ ഇടയാക്കി തീർക്കും. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, യജമാനൻ്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ യജമാനൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് പറയുവാൻ അഭിഷക്തന്മാർ വളരെ ജാഗരൂകരായിരിക്കണം. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. ഹല്ലേലൂയ. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. ആമേൻ. 4-5 വാക്യങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ. അപ്പോൾ ഇവിടെ ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തേണ്ടതിന് യഹോവയായ കർത്താവ് കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവൻ്റെ നാവിനെ ദൈവത്തിൻ്റെ നാവായി ഉപയോഗിക്കുകയാണ്. അവൻ്റെ ചെവിയെ കർത്താവ് രാവിലെ തോറും ഉണർത്തുന്നു എന്ന് പറയുന്നു. ദൈവത്തിൽ നിന്ന് കേട്ട് മറ്റുള്ളവരോട് പറയുവാൻ, മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടത് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നുവെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു. ആമേൻ. ഈ ചെവി തുറന്ന് ദൈവത്തിൽ നിന്ന് കേട്ട് ഈ നാവ് കൊണ്ട് ഹല്ലേലൂയ തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുവാൻ, ക്ഷീണിച്ചിരിക്കുന്നവരെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ അഭിഷക്തന്മാരെയും കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ശിഷ്യന്മാരെ എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് അപ്പോസ്തലപ്രവൃത്തികൾ 11-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരായി. അപ്പോൾ ആരാണ് ക്രിസ്ത്യാനികൾ? ഹല്ലേലൂയ. കർത്താവിൻ്റെ ശിഷ്യന്മാരെയാണ്, ഡിസൈപ്പിൾസിനെയാണ് വചനം പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനികൾ എന്ന്. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തികൾ 23:11 27:5 ഒക്കെയും കാണുമ്പോൾ നമ്മുടെ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെയും ഹല്ലേലൂയ. അപ്പം മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാനുള്ള ആ നാവ് സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുമ്പോൾ അതിന് വളരെ അനുഗ്രഹകരമായ, വളരെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരനുഭവം അപ്പോസ്തലപ്രവൃത്തികളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തികൾ 23-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവ് പൗലോസിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറയുന്നു: യെരുശലേമിൽ നീ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമയിലും നീ എന്നെ സാക്ഷീകരിക്കും, നീ ധൈര്യമായിരിക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 23-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ അപ്രകാരം പറയുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 23-ാം അധ്യായം 11-ാം വാക്യം: രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കുക,
നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. ഇപ്രകാരം ധൈര്യമായിരിക്കുക എന്ന് സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് പൗലോസ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മൾക്ക് കാണുവാൻ കഴിയും 27-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തികളിൽ 5-ാം വാക്യത്തിൽ ഹല്ലേലൂയ നമ്മൾ കാണുന്നുണ്ട്. ഈശാനമൂലൻ അടിച്ച് ആ പടക് തകർന്ന് മാറുന്ന അനുഭവത്തിൽ അവരെ ധൈര്യപ്പെടുത്തുവാൻ അവരുടെ അടുത്ത് വന്ന് 27-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ധൈര്യമായിരിക്കുക, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ വളരെ പ്രതിസന്ധിയിലൂടെ 275 പേരെയും കൊണ്ട് പൗലോസ് യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പശ്ചാത്തലം. മെലീത്ത ദ്വീപിൽ മുട്ടി വീഴേണ്ടതാകുന്നു എന്നൊക്കെ. ഹല്ലേലൂയ. ആ മെലീത്ത ദ്വീപിൽ ചെന്ന് അവർ അവിടെ രക്ഷപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ അതിന് മുമ്പായിട്ട് 23-ാം വാക്യത്തിൽ 27-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തലപ്രവൃത്തിയിൽ 23-ാം വാക്യത്തിൽ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ. ദൈവത്തിൽ നിന്ന്, കർത്താവിങ്കിൽ നിന്ന് പൗലോസ് 23-ാം അധ്യായം 11-ാം വാക്യത്തിൽ കേട്ട ആ വാഗ്ദത്തം, ആ ദൂതിൽ ധൈര്യമായിരിക്കുക എന്നൊരു പദം കാണുവാൻ കഴിയുന്നു. ഇവിടെയും പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കൂട്ടത്തെ നോക്കി പൗലോസിന് പറയുവാൻ കഴിഞ്ഞത് ധൈര്യമായിരിക്കുക എന്ന്. ആമേൻ. കഴിഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. അവൻ 23-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവനെ ധൈര്യപ്പെടുത്തിയ അതേ വാക്ക്. ഹല്ലേലൂയ. പ്രതിസന്ധിയിലായിരിക്കുന്ന, മരണം മുഖാമുഖം കണ്ട ആ ജനത്തോട്, ആ കൂട്ടത്തോട് പൗലോസിന് ധൈര്യത്തോടെ പറയുവാൻ കഴിഞ്ഞു, ധൈര്യമായിരിപ്പീൻ. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെ അല്ലോ കൊടുക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 50-ാം വാക്യം അതിൻ്റെ അവസാന ഭാഗത്തിൽ, ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ എൻ്റെ സ്വയത്തിൽ നിന്നല്ല പറയുന്നത്, ദൈവം അയച്ചവൻ ദൈവവചനം പ്രസ്താവിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആത്മാവിനും ഹല്ലേലൂയ ആത്മാവും വചനവും ഒരുപോലെ പോകണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉള്ള അരുളപ്പാടാണ് ദൈവവചനത്തിലൂടെ ഹല്ലേലൂയ ഒരു ദൈവദാസൻ, ഒരു അഭിഷക്തൻ ജനത്തിന് കൈമാറേണ്ടത്. ഹല്ലേലൂയ. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തിൽ നമ്മളങ്ങനെ കാണുന്നു. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് കേട്ട് ജനത്തിന് കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ മെസ്സേജ് കേൾക്കുവാൻ, അവൻ്റെ ഹല്ലേലൂയ ശബ്ദം കേൾക്കുവാൻ അനേകർ കാത്തിരിക്കും. നിൻ്റെ രാത്രികൾ ഒലിവ് മലയിലാണോ, നിൻ്റെ രാത്രികൾ പ്രാർത്ഥനാമുറിയിലാണോ എങ്കിൽ ഹല്ലേലൂയ അതിരാവിലെ ജനം കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാനിടയായിത്തീരും. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 37-38 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. രാത്രിയിൽ ഒലിവ് മലയിലായിരുന്നു എൻ്റെ കർത്താവ്, അതിരാവിലെ ജനം അവൻ്റെ വചനം കേൾക്കേണ്ടതിന് ആലയത്തിലേക്ക് വന്നു എന്ന് പറയുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 37-38 വാക്യങ്ങൾ. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, പിതാവ് ചെയ്ത് കാണുന്നത് പുത്രൻ ചെയ്യുന്നു. ഹല്ലേലൂയ. പിതാവ് ചെയ്ത് കാണുന്നത് പുത്രൻ ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൽ നിന്ന്, പിതാവിങ്കിൽ നിന്ന് കേട്ട് ഹല്ലേലൂയ അപ്രകാരം ദൈവരാജ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പുത്രനെ നമുക്ക് കാണുവാൻ കഴിയുന്നുവെങ്കിൽ
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാരെ, അഭിഷക്തന്മാരെ, ഇന്ന് ഈ സമയം ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് പറയുവാനും ദൈവം പറയുന്നത് പോലെ ചെയ്യുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചവനെ കൊണ്ടാണ് പെട്ടകമുണ്ടാക്കുന്നത്. സ്വർഗത്തിലെ ദൈവം നോഹയ്ക്ക് കൃപ പകർന്നതിന് ശേഷം അതിൻ്റെ 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നു, നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക, പെട്ടകത്തിന് അറകളുണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. ഹല്ലേലൂയ. 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മളവിടെ വ്യക്തമായി വായിക്കുന്നു, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഹല്ലേലൂയ. ഇതുപോലെ നമുക്ക് പുറപ്പാട് പുസ്തകത്തിലും കാണുവാൻ കഴിയും, ഖദിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണമെന്ന് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 10-ാം വാക്യത്തിൽ മോശയോട് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. 11-ാം വാക്യത്തിൽ 25-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം, അകത്തും പുറത്തും പൊതിയണം. 40-ാം അധ്യായം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ എൻ്റെ 16-ാം വാക്യത്തിൽ മോശെ അങ്ങനെ ചെയ്തു, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അവൻ ചെയ്തു. ഹല്ലേലൂയ. നോഹ പണിത പെട്ടകത്തിൽ നാം അകത്ത് കയറണമായിരുന്നുവെങ്കിൽ മോശ പണിത പെട്ടകം ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്നു. അത് നമ്മുടെ ഉള്ളിൽ കയറുവാനിടയായിത്തീരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം. നാം കർത്താവിൽ വസിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്രകാരം ഒരു അനുഭവത്തിൽ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും ദൈവം പറയുന്നത് പോലെ ചെയ്യുവാനും ഓരോ അഭിഷക്തന്മാരും ദൈവസനയിൽ സമർപ്പിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ രാജ്യത്തിൽ നാം എല്ലാവരും പ്രയോജനമുള്ളവരായിത്തീരും. അങ്ങനെ വസിച്ചാൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുന്നുണ്ട്, പിതാവ് മഹത്വപ്പെടുകയും നിങ്ങൾ അധികം ഫലം കായ്ക്കേണ്ടതിന് പിതാവ് മഹത്വപ്പെടുവാനിടയായിത്തീരും. അധികം ഫലം കായ്ക്കുക. നമുക്ക് ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വയത്തിൽ നിന്ന് കഴിയുകയില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു പറയുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യു ക്യാൻ ഡു നത്തിങ് വിതൗട്ട് മീ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുകയും അവൻ്റെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുകയും ചെയ്താൽ ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവർ പലരും പാപം ചെയ്യുമ്പോൾ, രക്ഷിക്കപ്പെട്ടവർ പലരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവിടെ രണ്ട് കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും, ക്രിസ്തുവിൽ വസിക്കുന്നവനും ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവനും. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു. എന്നാൽ ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന പലരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ സമയം സദൃശവാക്യങ്ങളിലേക്ക് വീണ്ടും നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ദിവസം പ്രതി, ഹല്ലേലൂയ, അത് ഉപവാസ പ്രാർത്ഥനയിൽ മാത്രമല്ല, സഭാരാധനയിൽ മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക മീറ്റിംഗ് കൂടുമ്പോൾ മാത്രമല്ല, ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചു, എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഈ സമയം ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ആമേൻ, കർത്താവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഓരോ ദിനവും ഓരോ നിമിഷവും നമ്മൾ കർത്താവിനോടുള്ള ആ ഇൻറ്റിമസിയിലായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുവാനോ രോഗികളെ സൗഖ്യമാക്കുവാനോ ഹല്ലേലൂയ ദൈവരാജ്യം പ്രസംഗിക്കാനോ അതിലെല്ലാം ഉപരിയായി മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് തന്നോടുകൂടെ ഇരിക്കേണ്ടതിന് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ അതിൻ്റെ 14-ാം വാക്യം, 13-14 വാക്യങ്ങൾ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും. ആദ്യം അവൻ തന്നോടുകൂടെ
ഇരിപ്പാനും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ശിഷ്യന്മാർ കർത്താവിനോട് കൂടെ ഇരിക്കണം. അതിനുശേഷം ലഭിക്കുന്ന ഹല്ലേലൂയ ശുശ്രൂഷകളാണ് മറ്റെല്ലാം. ഇൻറ്റിമസി ഈസ് മോർ ദാൻ ദ മിനിസ്ട്രി. ഹല്ലേലൂയ. കർത്താവിനോടുള്ള ആ ഇൻറ്റിമസിയിൽ, ആ ഇൻറ്റൻസീവ് ഇൻറ്റിമസിയിൽ നമ്മൾ ഓരോ ദിനവും ആയിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധത്തെ നമ്മളവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ആ യജമാനിൽ നിന്ന് കേട്ട് അനുസരിക്കുവാനുള്ള ആ കൃപയാണ് ഒരു ദാസൻ ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ദാസന്മാരല്ല നാം, ദൈവത്തിൻ്റെ ദാസന്മാരാണ് നാം. ശേഷം മനുഷ്യരെ പോലെയല്ല, സാധാരണ മനുഷ്യരെ പോലെയല്ല, ലോക മനുഷ്യരെ പോലെയല്ല. അവിടെ പറയുന്നു ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. തിമോത്തിയോസിനെ വിളിക്കുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ചൂടുകൾ മുമ്പോട്ട് വെപ്പാനും, നിങ്ങൾ സഭയെ നയിക്കുന്നവരായിരിക്കാം, ഒരു പ്രാർത്ഥനാക്കൂട്ടത്തെ നയിക്കുന്നവരായിരിക്കാം, ഒരു ഏരിയ ലീഡറായിരിക്കാം, ആരായിരുന്നാലും എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, അഭിഷക്തന്മാരെ, ദിവസം പ്രതി കർത്താവിൽ നിന്ന് പ്രാപിച്ച് പുതിയത് ജനത്തിന് കൊടുക്കുവാൻ നിങ്ങൾ ഒരുങ്ങണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കണം. അങ്ങനെ എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്രകാരമുള്ളവരെയാണ് സ്വർഗം വിളിക്കുന്നത് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മൾ അനുസരിക്കേണ്ടവരാണ്. പ്രസംഗിക്കാൻ മാത്രമല്ല, കർത്താവിനെ അനുസരിക്കുന്നവരായിരിക്കണം. ദൈവത്തിൽ നിന്ന് കേൾക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം അനുസരിക്കുകയും ചെയ്യുവാനിടയായിത്തീരണം. കർത്താവിൻ്റെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാണ്. അത് നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെയെന്ന് സങ്കീർത്തന പുസ്തകം 12:6 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തെ സംശയിക്കരുത്. നീ ദൈവത്തിൻ്റെ വചനത്തെ സംശയിച്ചാൽ നീ ദൈവത്തെ സംശയിക്കുകയാണ്. ദൈവത്തോളം വലിപ്പമുണ്ട് ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തോളം ശക്തിയുണ്ട് ദൈവത്തിൻ്റെ വചനത്തിന്. ഹല്ലേലൂയ. ആയതിനാൽ ദിവസം പ്രതി ആമേൻ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ അവൻ്റെ പാദപീഠം നിൻ്റെ പാർപ്പിടമായി മാറണം. ആ പടിവാതിൽക്കൽ നീ ജാഗരിച്ചും ആ വാതിൽ കട്ടളയ്ക്കൽ ഹല്ലേലൂയ ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തു ആ നല്ല ഇടയൻ്റെ ആ വാതിലായവൻ്റെ അടുക്കൽ കാത്തുകൊണ്ടിരിപ്പാൻ, അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുവാൻ, അപ്രകാരം ഒരു ഭാഗ്യപദവിയിലേക്ക് നാം കടന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതിനാൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് സ്വർഗത്തിലേക്ക് നോക്കി അപ്പയോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പാ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അങ്ങയുടെ ഹിതപ്രകാരം അങ്ങയുടെ ശബ്ദം കേട്ട് തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുവാനുള്ള ആമേൻ നാവ് തന്നിരിക്കുന്നു. ആ ശിഷ്യന്മാരുടെ നാവ് എനിക്ക് ലഭിച്ചിരിക്കുമ്പോൾ കർത്താവിൽ നിന്ന് കേട്ടുകൊണ്ട് എൻ്റെ ചെവി തുറന്ന കർത്താവ് ആ ശബ്ദം കേട്ടുകൊണ്ട് ഹല്ലേലൂയ എനിക്ക് മുൻപോട്ട് പോകുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ വചനം പറയുന്നല്ലോ, വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ലെറ്റ് us be sensitive to the voice of the Holy Spirit. അപ്രകാരം ഞങ്ങളെ ഹല്ലേലൂയ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി അങ്ങയുടെ ദാസന്മാരായി അങ്ങ് കണ്ടിരിക്കുമ്പോൾ ഞങ്ങളിൽ വന്ന കുറവുകളെ ക്ഷമിച്ച് ഈ ദിവസം ഞങ്ങളെ കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കി കർത്താവ് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന അനേക ജീവിതങ്ങൾ ആമേൻ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ, കർത്താവെ തളർന്നിരിക്കുന്നവനെ ബലപ്പെടുത്തുവാൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ നിവർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ, ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ, ഞങ്ങളുടെ ഹല്ലേലൂയ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവപ്പ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. അങ്ങയുടെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ ശ്രദ്ധിക്കുവാനും കർത്താവെ അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുവാനുമുള്ള വലിയ ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യുമെന്ന് അങ്ങയുടെ വചനം പറയുന്നല്ലോ. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിപ്പീൻ, അതിനെ ത്യജിച്ച് കളയരുതെന്ന് അങ്ങയുടെ വചനം പറയുന്നല്ലോ. ഈ സമയം ഞങ്ങളെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് അങ്ങയുടെ വചനം കേട്ടനുസരിക്കുവാൻ,
അവയെ കിട്ടുന്നവർക്ക് സർവ്വദേഹത്തിനും സൗഖ്യമാണെന്ന് വചനം പറയുന്നല്ലോ. ഇന്ന് എന്നെ കേൾക്കുന്ന ഹാലിൽ ആരെങ്കിലും ശാരീരികമായി ഭാരപ്പെടുന്നെങ്കിൽ, വേദനപ്പെടുന്നെങ്കിൽ, ഇന്ന് യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം, അടിപ്പിണരുകളാലുള്ള സൗഖ്യം, ഈ വചനം കിട്ടുന്നവർക്ക് അത് സർവ്വദേഹത്തിന് സൗഖ്യമാകുന്നുവെന്ന് പറയുന്നെങ്കിൽ, ഇന്ന് ഈ സമയം യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം അവരുടെ ശരീരത്തിൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ വ്യാപരിക്കട്ടെ കർത്താവേ. അവർ വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, ആത്മീയമായി ബലപ്പെടട്ടെ, ശാരീരികമായി ശക്തിപ്പെടട്ടെ കർത്താവേ. അവരുടെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ മണ്ഡലങ്ങളിലും കർത്താവരെ മാനിക്കണമേ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവനാമം മാത്രം മഹത്വം എടുക്കണം കർത്താവേ. പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മറുപടി കർത്താവ് നൽകിയതിനായി ഞങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദിവസം പ്രതി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഓരോ നിമിഷവും ചെലവഴിപ്പാൻ, രാപ്പകൽ അങ്ങയുടെ ന്യായപ്രമാണത്തിൽ ഹല്ലേലൂയ ധ്യാനിച്ചതിൽ സന്തോഷിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അതാണല്ലോ അങ്ങയുടെ വചനം പറയുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചവൻ, ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആ ഭാഗ്യപദവിയിലേക്ക് ഞങ്ങളെ നടത്തുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറച്ചാട്ട്. പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മുഴുമഹത്വവും പിതാവിന് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്രയിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും ആവാസവും ഞങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.